പുനലൂർ നഗരസഭാ കൗൺസിലിന്റെ 60 ദിവസത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് നഗരസഭാ അധികൃതർ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിച്ചതായും വാതക ശ്മശാനം 1 മാസത്തിനുള്ളിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ പറഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. മാലിന്യം തള്ളുന്നത് തടയാൻ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കഴിഞ്ഞ 60 ദിവസത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് പുനലൂർ നഗരസഭാ അധികൃതർ അവതരിപ്പിച്ചത്. 60 ദിവസത്തിനുള്ളിൽ കുടിവെള്ള ദൗർലഭ്യത്തിനായി സത്വരമായ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞതായി ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി. മഞ്ഞമൺകാല കുടിവെള്ള പദ്ധതിയിൽ നിന്ന് പുനലൂരിന് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ അനുവാദം വാങ്ങി. ഇതിനായി 73 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിയിൽ ഒടുക്കി. ഇപ്പോൾ വാട്ടർ അതോറിറ്റി ജോലികൾ ടെൻഡർ ചെയ്തു. 2017 ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് 5 ദശലക്ഷം യൂണിറ്റ് വെള്ളം പുനലൂരിന് അനുവദിച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 26-നാണ് 60 ദിവസം പിന്നിടുന്നത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ പൊതുവെ ആലോചിച്ചിട്ടുള്ളത് ഒരു 90 ദിവസം, ഒരു 3 മാസം പീരീഡിനുള്ളിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാക്കി പത്രക്കാർ ഒരാണല്ലോ ജനങ്ങളുമായി ഞങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ഘടകം. അപ്പോൾ പത്രമാധ്യമങ്ങൾ വഴി അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു നഗരസഭാ ഭരണം നടക്കുമ്പോൾ അനുകൂലവും പ്രതികൂലവുമായ ധാരാളം അഭിപ്രായങ്ങളുണ്ടാവും. ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സോഷ്യൽ ഓഡിറ്റിന് വിധേയമായിരിക്കും എന്ന കരുതൽ ഞങ്ങൾക്കുണ്ട്. അപ്പം അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൗൺസിൽ അധികാരത്തിൽ വന്ന് ഞങ്ങൾ ആദ്യത്തെ കൗൺസിലിൽ തന്നെ ഞങ്ങളെടുത്ത തീരുമാനം പുനലൂരിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമുള്ള ഒരു നഗരസഭയാണ്. അതിൻ്റെ കാരണം 45 വർഷം പഴക്കമുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണ് നമുക്കുള്ളത്. നമുക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ പകുതി അളവ് പോലും നമുക്ക് ആ പദ്ധതിയിൽ നിന്ന് ലഭ്യമല്ല. അത് പരിഹരിക്കുന്നതിന് വേണ്ടി 2017 ഞങ്ങൾ സർക്കാരിനെ സമീപിച്ച് 5 ദശലക്ഷം യൂണിറ്റ് വെള്ളം പ്രതിദിനം ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കുന്നതിന് ഒരു ധാരണയുണ്ടാക്കി അതിന് പൈപ്പൊക്കെ ലേ ചെയ്ത് കുറേ കാലം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ അളവിൽ വെള്ളം ലഭിക്കുന്നില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വട്ടമൺ ടാങ്ക് അവസാനം നിറയുന്ന ടാങ്കാണ്. അവിടെ നിന്നും മതിയായ വെള്ളം ലഭിക്കുന്ന സ്ഥിതിയില്ല. ഇത് പരിഹരിക്കാൻ സർക്കാർ അനുമതി തേടി. ജലശുദ്ധീകരണശാലയിൽ നിന്ന് വട്ടമൺ ടാങ്കിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്നതിന് പൈപ്പ് ലൈൻ വിന്യസിക്കാൻ അനുമതി നേടി. അതിനായി 85 ലക്ഷം രൂപ കണ്ടെത്തി വാട്ടർ അതോറിറ്റിയിൽ അടച്ച് ടെൻഡർ നടപടികൾ നടന്നുവരികയാണ്. അടുത്ത 50 വർഷം ലക്ഷ്യമിട്ട് പുതിയൊരു പുനലൂർ വാട്ടർ സപ്ലൈ സ്കീം നടപ്പാക്കുന്നതിന് അമൃത് 2.0 പദ്ധതിയിൽ നിന്ന് ആദ്യ ഗഡുവായി 25 കോടി രൂപ പുനലൂരിന് അനുവദിപ്പിച്ചു. ഇക്കാര്യങ്ങൾ സാധ്യമാക്കുന്നതുവരെ നഗരസഭയിൽ ജലദൗർലഭ്യമുള്ള എല്ലാ സ്ഥലത്തും കുടിവെള്ള ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നു. നഗരസഭ വാതക ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പണം വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. 30 ദിവസങ്ങൾക്കുള്ളിൽ ശ്മശാനം തുറന്നു പ്രവർത്തിക്കും. ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷൻ, KSRTC ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിർമ്മിക്കാൻ 1 കോടിയിലേറെ രൂപ ശുചിത്വ മിഷനിൽ നിന്നും ലഭ്യമാക്കി. നിർമ്മാണം ആരംഭഘട്ടത്തിലാണ്. KSRTC ജംഗ്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, ചെമ്മന്തൂർ എന്നിവിടങ്ങളിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നതിനും പ്രധാന പാതകളിൽ 150 വാട്ട്സ് LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള പദ്ധതിയും ടെൻഡർ ചെയ്തു. 60 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ചെമ്മന്തൂർ ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തന സജ്ജമാക്കുന്നതിനു വേണ്ടി കളി ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയാക്കി. 30 ദിവസത്തിനുള്ളിൽ തുറന്ന് പ്രവർത്തിപ്പിക്കും. മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്തുന്നതിനും ട്രാഫിക് നിയന്ത്രണം കാര്യക്ഷമമാക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും നഗരത്തിൽ CCTV നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന പദ്ധതി ഉടൻ പൂർത്തീകരിക്കും. 2026-27 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ നടത്തി 1 വർഷക്കാലം നടത്തേണ്ട സർവ്വതല സ്പർശിയായ വികസനത്തിന് അടിത്തറവാകുന്ന പദ്ധതികൾ തയ്യാറാക്കി ജില്ലാ ആസൂത്രണ സമിതിയുടെ അനുമതിക്ക് സമർപ്പിച്ചതായും ചെയർപേഴ്സൺ പറഞ്ഞു. അതിന്റെ ഏറ്റവും അവസാനത്തെ ടാങ്കായ വട്ടമൺ ടാങ്കിൽ വളരെ കുറച്ച് വെള്ളമേ നിറയും. അപ്പോൾ വീണ്ടും നമുക്ക് കുടിവെള്ള പ്രശ്നമുണ്ട്, കരവാളുകാർക്ക് കുടിവെള്ള പ്രശ്നമുണ്ട്. അതാ അവരെ കൈകാര്യം ചെയ്തത്. അപ്പോൾ നമുക്ക് നല്ല കുടിവെള്ള ക്ഷാമമുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങളുടെ ഒരു അടിയന്തര കൗൺസിൽ ചേർന്ന് ഞങ്ങൾ ആദ്യം എടുത്ത തീരുമാനം കുടിവെള്ള പ്രശ്നത്തിന് താൽക്കാലികവും അതേപോലെ തന്നെ ദീർഘകാലം കൊണ്ട് പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാക്കും. അതിനുവേണ്ടി ഞങ്ങൾ 2 തീരുമാനം എടുത്ത് സർക്കാരിനെ സമീപിച്ചു. അതിലൊന്ന് വട്ടമൺ ജലശുദ്ധീകരണശാലയിൽ നിന്ന് വട്ടമൺ ടാങ്കിലേക്ക് ഡയറക്റ്റ് വെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു പൈപ്പ് ലൈൻ സ്ഥാപിക്കണം നിങ്ങൾ ആവശ്യം. അപ്പോൾ അതിന്റെ കാര്യം അല്ലെങ്കിൽ ഗ്രാവിറ്റിയിൽ ഇത് നിറഞ്ഞ് വരുമ്പോൾ വെള്ളം കിട്ടുന്നില്ല.
ന്യൂസ് ബ്യൂറോ, പുനലൂർ.